19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വയനാട്ടിലെ പല ഭാഗങ്ങളിലായി നിരവധി ഇംഗ്ലീഷ് കമ്പനികൾ സ്വർണ്ണ ഖനനം നടത്തിയിരുന്നെങ്കിലും ഖനനത്തിൻ്റെ ശേഷിപ്പുകൾ കൂടുതലും കാണാൻ സാധിക്കുന്നത് തരിയോടിലെ താണ്ടിയോട്, കോശാനി, വട്ടം, കരിമ്പിൻതോട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ആസ്ട്രേലിയയിലെ വിക്ടോറിയ ഖനികളിൽ 1 ടൺ അയിര് ശുദ്ധീകരിച്ച് 3 ഷില്ലിംഗ് ലാഭം കിട്ടുമ്പോൾ വയനാട്ടിലത് 6 ഷില്ലിംഗ് 8 പൈൻസ് ആയിരിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു അവരിവിടെ ഖനനം നടത്തിയിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും വലിയ ഉൽപ്പാദന ചിലവാണ് അവരിവിടെ നേരിട്ടത്. മലബാർ ഗോൾഡ് റഷ്, മലബാർ ഗോൾഡ് മാനിയ എന്നെല്ലാമാണ് യൂറോപ്യൻ പത്രങ്ങൾ അന്ന് ഈ സ്വർണ്ണവേട്ടയെ വിശേഷിപ്പിച്ചിരുന്നത്. തരിയോട് ഇന്ന് നഷ്ടപ്പെട്ട ഒരു നഗരമാണ്. തരിയോട് ടൗണിൻ്റെ ഭൂരിഭാഗവും അതുപോലെ പണ്ടിവിടെ സ്വർണ്ണ ഖനനം നടത്തിയിരുന്ന പല ഖനികളും ഇന്ന് ബാണാസുര സാഗർ ഡാമിൻ്റെ സംഭരണി മേഖലയായി കഴിഞ്ഞിരിക്കുന്നു. ഈ അണക്കെട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാകുമായിരുന്നു തരിയോട്. ഇവിടുത്തെ സ്വർണ്ണ ഖനനത്തിൻ്റെ സാധ്യതകളെപ്പറ്റി വേണ്ടത്ര പഠനങ്ങൾ പോലും നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. മറഞ്ഞിരിക്കുന്ന നിഗൂഢ നിക്ഷേപങ്ങൾ തരിയോടിലെ ലേഡി സ്മിത്ത് ഫോറസ്റ്റിലും ബാണാസുര സാഗർ പദ്ധതിയുടെ ജലസംഭരണിക്കടിയിലുമായി ഇന്നും നിലനിൽക്കുന്നു.